ഇതിങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്യുക. ഇത് മാക്സിമം ടെൻഷൻ വരുന്ന രീതിയിൽ വരുന്നത് കണ്ട ഒരു പോളിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ അകത്താണ് ഇത് വീണിരിക്കുന്നത്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ ഇതെടുത്ത ശേഷം മേളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ചെറുതായിട്ട് താഴത്തോട്ട് വലിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്കിൽ നിന്ന് റിലീസാവും. ഇനി ഇത് ഹായ് ഗൈസ്, കർട്ടൻ സൈഡ് വണ്ടിയുടെ ബെൽറ്റ് മുറുക്കണേ അത് മാനേജ് ചെയ്യണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോട് ചെറുതായിട്ട് താഴത്തോട്ട് വലിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്കിൽ നിന്ന് റിലീസാവും. ഇനി ഇത് മൊത്തത്തിൽ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു കണക്ഷൻ കൂടി ഉണ്ട്, അതും കൂടി പതുക്കെ റിലീസ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇനി ഇത് വീണ്ടും തിരിച്ച് ലോക്ക് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ഹുക്ക് കറക്റ്റായിട്ട് ആ ലോക്കിലിടുക. അതിനുശേഷം എക്സസ് ആയിട്ട് വന്ന ബെൽറ്റ് ഉണ്ട്, അത് ശരിക്കും ടൈറ്റ് ചെയ്തൊന്ന് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ലോക്ക് വലിച്ച് താഴ്ത്തോട്ട് ഇടുക. നമ്മൾ ഒന്നുകൂടി മേക്ക് ഷുവർ ചെയ്യണം കറക്റ്റ് സ്ലോട്ടിലാണ് ആ പിന്ന് കയറിയേക്കണേന്നുള്ളത്. അങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മാനുവലായിട്ട് വലിച്ചാൽ പിന്ന് കറക്റ്റായിട്ട് ഇടണം. ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യണേന്നുള്ളത്. ഞാനൊക്കെ ലൈസൻസ് എടുത്ത സമയത്ത് പല കമ്പനികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോമിനകത്തുണ്ട് കർട്ടൻ സൈഡ് വണ്ടി ഓപ്പൺ ചെയ്യാൻ അറിയോ, ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ അറിയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയേനെ ഇതെല്ലാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബിഗിനേഴ്സിനുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ അവർക്ക് വളരെയധികം ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷേ എനിക്ക് നല്ലൊരു വീഡിയോസ് എങ്ങൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ചത് ബെൽറ്റ് ഒന്ന് റിലീസ് ചെയ്യാനാണ്. ഇനി ഈ കർട്ടൻ സൈഡ് ഫുള്ളായിട്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റുകൾ ഇവിടുന്ന് അവിടം വരെ എല്ലാ ബെൽറ്റും നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരും. ഓരോന്നായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് ബെൽറ്റ് ഇത്തിരി ലൂസ് ചെയ്തിടണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണേ ഈ കർട്ടൻ മൂവ് ചെയ്യാൻ പോണേണ്. ഈ കർട്ടൻ ഫ്രണ്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റും, ബാക്കിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ മൂവ് ചെയ്യണമെന്നൊന്ന് കണ്ടിട്ട് വരാം. ലോക്ക് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഇത് ടെൻഷൻ പോളാണ്. ഇത് കട്ടൺ ഇവിടെ പോൾ ഇവിടെ നിർത്താൻ വേണ്ടി പോൾ സ്ട്രോങ് ആയിട്ട് നിർത്തണം. അതിൽ നമുക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോൾ ലൂസാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ വലിച്ചെടുത്താൽ പോൾ ഇവിടുന്ന് ലൂസായി. നമുക്കിവിടെ കാണാൻ പറ്റും പോള് ഇത് ലൂസായിരിക്കുന്നത്. കണ്ട ഒരു പോളിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ അകത്താണ് ഇത് വീണിരിക്കുന്നത്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ ഇതെടുത്ത ശേഷം മേളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മേളിലും ഒരു ഹോളുണ്ട്. ഈ ഹോളിൻ്റെ അകത്ത് ഈ താഴത്തെയും മേളത്തെയും ഹോളിലാണ് ഇത് സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് പൊക്കിയിട്ട് ഇത് ഊരി എടുത്ത് നമുക്ക് ഇത് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് മുകളിലോട്ട് നോക്കിയാൽ സ്ലൈഡ് ചെയ്ത് ഫുള്ള് തുറക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പുറകിലത്തെയും ഇതുപോലെ തന്നെ സെയിം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇൻറ്റേർണൽ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയുള്ള ഹുക്കുകളാണ്. ഇതുപോലത്തെ 21 ഹുക്കുകൾ കാണും ഈ ട്രെയിലറിൽ. അത് ഓരോ ട്രെയിലറിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും. ഇനി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സെയിം അതുപോലെ തന്നെ നമ്മളിത് സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരിക. നിങ്ങൾക്ക് മുകളിലൊരു ഹോള് കാണാൻ പറ്റും. ആ ഹോളിലേക്ക് ഈ പോള് കറക്റ്റായിട്ട് കയറ്റി വെക്കണം. അതിനുശേഷം താഴത്തെ ഈ ഹോളിലേക്ക് ഇത് വീഴ്ത്തുക. അപ്പോൾ ആ പോളിൽ അത് സ്റ്റക്കായിട്ടുണ്ട്. നമ്മളൊന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യണം ആ ഹോളിൽ തന്നെ വീണിട്ടുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതിനുശേഷം നമുക്ക് ഈ ആദ്യം എടുത്ത ടെൻഷൻ പോൾ ബാർ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇത് വെച്ച് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇത് കണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തിരിയുന്നത്. ഇതിങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്യുക. ഇത് മാക്സിമം ടെൻഷൻ വരുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചിട്ട് ഈ ലോക്ക് ഇത് തള്ളിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ഇട്ടാൽ മതി. വീണ്ടും നമ്മൾ കട്ടൺ സൈഡെല്ലാം അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കർട്ടൻ സൈഡ് വണ്ടിയുടെ കർട്ടൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളായിട്ട് വീണ്ടും കാണാം.